ഉദ്യോഗസ്ഥൻ പ്രതിയായ കോഴക്കേസിൽ നിർണായക തെളിവായി ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യറിന്റെ ഡയറി. ഇ ഡി സമൻസ് അയച്ച ആളുകളുടെ വിവരങ്ങൾ ഈ ഡയറിയിൽ കണ്ടെത്തി. കോഴക്കേസിന് പിന്നാലെ ഇ ഡിക്കെതിരെ സമാന പരാതികൾ നിരവധി വരുന്നുണ്ടെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. തട്ടിപ്പിന്റെ മുഖ്യകണ്ണി രഞ്ജിത്ത് വാര്യർ എന്ന് തെളിയിക്കുന്ന ഡയറിയാണ് വിജിലൻസിന് ലഭിച്ചത്. ഇ ഡി സമൻസ് അയച്ച് വിളിച്ചവരുടെ പേരുകൾ രഞ്ജിത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. തട്ടിപ്പിനിരയാക്കേണ്ട ആളുകളെ തിരഞ്ഞെടുക്കുന്നതിലും രഞ്ജിത്തിന് പങ്കുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഇയാളുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. കോഴക്കേസിന് പിന്നാലെ ഇ ഡിക്കെതിരെ പരാതി പ്രവാഹമാണ്. തട്ടിപ്പിന് സമാനമായ അനുഭവങ്ങൾ നേരിട്ടതായി നിരവധി പേർ പറയുന്നു. എന്നാൽ ഇ ഡി പ്രതികാര നടപടി സ്വീകരിക്കുമെന്ന് ഭയന്ന് പരാതി എഴുതി നൽകാൻ പലർക്കും ആശങ്കയുണ്ട്. കൂടുതൽ പരാതികൾ വരുന്നുണ്ടെന്ന് വിജിലൻസും വ്യക്തമാക്കി. ആദ്യം ഞങ്ങൾക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങളിത് വളരെ വിശദമായി അന്വേഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സിലാണ്. ഞങ്ങൾക്ക് പിന്നെ വേറെ കുറച്ച് സൈബർ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഫോണിലൂടെ ചില പരാതികൾ വരുന്നുണ്ട്. അത് നമുക്കൊന്നത് പരിശോധിക്കണം. ഇ ഡിക്കെതിരെ രാഷ്ട്രീയ വിമർശനവും ശക്തമാകുകയാണ്. തുറന്നുകാട്ടപ്പെടുന്നത് ഇ ഡിയുടെ അഴിമതി മുഖമെന്നും ഇ ഡി പലപ്പോഴും തെളിവില്ലാതെ കേസുകൾ കെട്ടിച്ചമക്കുന്നുവെന്നും CPIM മുഖപത്രം ദേശാഭിമാനി കുറ്റപ്പെടുത്തി. കൊടകര കുഴൽപ്പണക്കേസിൽ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്ത് കേസുകളിലും ഇ ഡി നിലപാട് സംശയാസ്പദമെന്ന് മുസ്ലിം ലീഗ് മുഖപത്രം ചന്ദ്രികയും വിമർശിച്ചു. കേസിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ വിളിപ്പിക്കുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ഇ ഡിയുടെ പേരിൽ രഞ്ജിത്തും മുകേഷും വിൽസനും അടങ്ങുന്ന നെക്സസ് തട്ടിയത് വൻതുകയെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. മൊഴികൾക്കപ്പുറം ഡിജിറ്റൽ തെളിവുകൾ കൂടി ലഭിച്ചാൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ കേസിലെ ഒന്നാം പ്രതി ശേഖർ കുമാർ കുടുങ്ങും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.